നല്ല പടമായിരുന്നു. മലയാളി ഫ്രം ഇന്ത്യ. അടിപൊളിയായിരുന്നു. അടിപൊളി മൂവി. മലയാളി ഫ്രം ഇന്ത്യ ആധുനിക സമൂഹത്തിന് കൊടുക്കാവുന്ന നല്ലൊരു സന്ദേശം. ഒരു സൂപ്പർ സിനിമ. തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കാവുന്ന നല്ലൊരു സിനിമയാണ് അത്. ഒരു സൂപ്പർ സിനിമ, അതാണ് പറഞ്ഞത്. ഇന്നത്തെ ആധുനിക സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു നല്ലൊരു മെസ്സേജാണ് അതിലുള്ളത്. പിന്നെ അതുപോലുള്ള സിനിമകൾ ഉണ്ടാവണമെന്നാണ് എടുത്തു പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ള ഒരു സന്ദേശം. ഇപ്പോൾ ആക്ച്വലി നമ്മളൊക്കെ കാണുന്ന ഒരു കാവ്യമായാലും ഒരു കൃതിയായാലും അതിലൊരു സന്ദേശം ഉണ്ടാവുക എന്നുള്ളത്, അത് നല്ലൊരു സന്ദേശം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ എങ്ങനെയോ കൊള്ളാം. പിന്നെ ചില ഡയലോഗൊക്കെ അത്ര കൊള്ളൂലായിരുന്നു. നോക്കി പടം ഭയങ്കര ബോറായിരുന്നു. സെക്കൻഡ് ഹാഫ് ആക്ച്വലി കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് റിഡംഷൻ പോലെ ഉണ്ടായിരുന്നു. പടം ആക്ച്വലി അത് ആവറേജ് ആയിട്ട് ഞാൻ പറയൂ. പക്ഷെ സെക്കൻഡ് ഹാഫ് കൊള്ളാം ആക്ച്വലി. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ഓവർ ആക്കി കളഞ്ഞൊരു മാതിരി, ഭയങ്കര ഓവറായിട്ട് തോന്നി. ആകത്തൊരു ഇതായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് പക്ഷേ കുറച്ചുകൂടെ നല്ല ഒരാളുടെ ക്യാരക്ടർ മൂവ്മെന്റാ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര വെറുപ്പായിട്ട് തോന്നും. സെക്കൻഡ് ഹാഫ് ആക്ച്വലി അടിപൊളിയാവും. പിന്നെ ക്യാരക്ടർ എങ്ങനെയാണ് പടത്തിൽ ഞാൻ അങ്ങനെ പറയും. കാരണം എന്താ പറയുക, മോഡേണായിട്ടുള്ള ക്യാരക്ടർ അഭിനയിക്കുന്നത്. അപ്പോൾ കാണുമ്പോഴത്തേക്കും നമുക്ക് വെറുതെ ഇത്രയും തോന്നും. സെക്കൻഡ് ഹാഫ് ആളച്ച് നന്നാവും, നല്ലൊരു ക്യാരക്ടറാവും, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ സാധനമാണ്. അപ്പം ഇച്ചിരി ഇതായിട്ടായിരുന്നു. ഒരു ആവറേജ് 7 out of 10 ആ ഒരു ഇതിലേ ഉള്ളൂ. പറ്റില്ല. ഇപ്പം തന്നെ തിയേറ്ററിൽ ആളില്ല. സത്യം പറഞ്ഞു, നമ്മൾ പോയപ്പോൾ ഫസ്റ്റ് തിയേറ്ററിൽ ആളേ ഇല്ല. പകുതിയിലാണ് കുറച്ചൊക്കെ ആൾക്കാർ വരുന്നത്. തോന്നണില്ല. ഒരാഴ്ചയൊക്കെ കഷ്ടത്തോട് പോവും. അതിൽ കണ്ടോണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. കണക്ട് ആവില്ല, ഒരു സീക്വൻഷ്യലായിട്ട് കിട്ടുന്നില്ല. പലതും ഇങ്ങനെ കാണിക്കുന്നുള്ള ഒരു സീക്വൻസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ റിവ്യൂസിലൊക്കെ ഞാൻ കേട്ടത് ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ കിട്ടുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഓഫ് ദി ടു എനിക്ക് സെക്കൻഡ് ഹാഫാണ് തോന്നിയത്. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം, വൺ ടൈം വാച്ചബിൾ, ഇത്രേ ഉള്ളൂ. അത്ര പറയാനുള്ളൂ. അല്ല, പാളിയതെന്നല്ല, എനിക്കൊന്നും അത്ര കണക്ട് ചെയ്യാൻ പറ്റില്ല. ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ഒട്ടും ഫ്ലോപ്പ് അല്ല, ഭയങ്കര അടിപൊളിയല്ല, മീഡിയം ആയിട്ട്. എനിക്കും സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടെ എന്താ മൂവിങ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. നല്ല മൂവിയാണ്, അടിപൊളിയായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മൂവിയാ നല്ലതാണ്, വീണ്ടും കാണാൻ തോന്നുന്നു. നല്ലതാണ്. മെസ്സേജ് എന്ന് വെച്ചാൽ പൊളിറ്റിക്സിൽ ഈ മതത്തിനെയും എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് കണ്ടുകൊണ്ട് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് വലിയ രസമില്ല, കുഴപ്പമില്ല. പുള്ളിയുടെ ഒരു സ്ഥിരം ഡയറക്ഷൻ്റെ ഒരു സ്ഥിരം ഇതിലാണ് എങ്ങനെ ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ്. വലിയ കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല ഏട്ടാ. അത് പുള്ളിയുടെ ഒരു കുറച്ച് പടങ്ങൾ പൊട്ടിയായിരുന്നല്ലോ, ഇപ്പം കൊള്ളാം. ഒരു ഗ്യാപ്പിന് ശേഷം വന്ന് പറ്റി സംഭവം. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഇത്തിരി അവർ കോമഡിയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ധ്യാനിന്റെയും അവർ ഇതൊക്കെ കൊള്ളാം, പക്ഷെ വലിയ രസമില്ല. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ബോറാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നല്ല, അതിൽ കോമഡിയും നല്ല മെസ്സേജും എല്ലാം വരുന്നുണ്ട്. നന്നായിട്ടുണ്ട്. കോമ്പിനേഷൻ ഇവര് നമ്മൾ പ്രതീക്ഷിച്ച പോലെ സിനിമയുടെ ഫുൾ ടൈം അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല. കുറച്ചേ ഉള്ളൂ. അത് ഉള്ളത് വർക്കൗട്ട് ആയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് ഒരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് വളരെ നല്ലതായിരുന്നു. ഇമോഷണലി വളരെ നല്ലൊരു ഇതായിരുന്നു. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഒരു ഇതിലാണ് ഫിലിം പോയിരിക്കുന്നത്. അപ്പം കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് പോരായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. നല്ലപോലെ ഇമോഷണലായിട്ട് കൂടുതൽ ഇതുണ്ടായിരുന്നു പടത്തിന്. മെസ്സേജ് ഉണ്ട് പടത്തിന്. അതിനെ നല്ലതായിരുന്നു. നിവിൻ പോളിയുടെ തിരിച്ചു വരവാന്ന് ശരിക്കും വേണമെങ്കിൽ പറയാം. ആ ക്യാരക്ടർ വളരെ നല്ലതായിട്ട് തോന്നിയായിരുന്നു. അതെ.